ദിവസങ്ങളായി പ്രഗിലേഷ് മുംബൈയിൽ ഒളിവിൽ താമസിക്കുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം 10-നാണ് ഗുരുവായൂർ കർണങ്കോട് സ്വദേശി MA മുസ്തഫ പ്രഗിലേഷിന്റെയും കണ്ടാണിശ്ശേരി സ്വദേശി ദിവേഗിന്റെയും ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയത്. മുസ്തഫയുടെ മരണത്തിൽ ഇരുവർക്കും പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയതോടെയാണ് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി പ്രഗിലേഷിനും ദിവേഗിനുമെതിരെ കേസെടുത്തത്. ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ 6 ലക്ഷം രൂപയാണ് വായ്പ എടുത്തിരുന്നത്. പലിശയ്ക്കാണ് ഈ പണം എടുത്തിരുന്നത്. എന്നാൽ ഈ പണം 6 ലക്ഷത്തിന് പകരം ഏകദേശം 40 ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ അദ്ദേഹം തിരികെ നൽകിയത്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന്റെ ബാധ്യത തീർന്നില്ല. കൊള്ളപ്പലിശ എന്നല്ല, ഇതിനെ ഏത് തരത്തിൽ വിളിക്കണമെന്നറിയില്ല. കാരണം 1 ലക്ഷം രൂപ വായ്പ എടുക്കുകയാണെങ്കിൽ 20,000 രൂപ ഒരു മാസം തിരികെ നൽകണം എന്നുള്ളതാണ് ഈ പലിശക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാണുന്ന വീടിന്റെ മുകളിൽ വാടകയ്ക്കാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം കച്ചവടം നടത്തുകയായിരുന്നു. അതിനിടയിൽ മറ്റ് ഈ പലിശക്കെടുത്ത 2 പേരിൽ നിന്നാണ് പ്രധാനമായും പലിശക്കെടുത്തിരുന്നത്. പ്രഹ്ലേഷ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ദിവേഗ് എന്ന് പറയുന്ന ഗുരുവായൂരിലെ 2 വ്യക്തികൾ. ഇവരിൽ നിന്നാണ് പണം എടുത്തിരുന്നത്. പക്ഷേ ഇവരിൽ നിന്ന് നിരന്തരമായ ഭീഷണി ഉണ്ടായി. ഭീഷണി മാത്രമല്ല, ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് മർദ്ദിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. പ്രഹ്ലേഷ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ മുസ്തഫയെ ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് മർദ്ദിച്ചത്. ഇതോടുകൂടി വലിയ മനോവിഷമത്തിലാവുകയും ചെയ്തു. മാത്രമല്ല, ഈ മകളുടെ സ്വർണം ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ പണയം വെച്ചുകൊണ്ടും വിറ്റുകൊണ്ടുമൊക്കെ തന്നെ സ്വന്തമാക്കിയ ഒരു 4.5 സെന്റ് ഭൂമിയുണ്ട്. ആ ഭൂമി പോലും വെറും 5 ലക്ഷം രൂപയ്ക്ക് ഈ പ്രഹ്ലേഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. പലപ്പോഴായിട്ട് ഉപ്പാനെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും കടയിലേക്ക് വരലും അവിടുന്ന് അവരുടെ കാര്യത്തിന് പൈസ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഉപ്പ ആഗ്രഹിച്ച് മേടിച്ച സ്ഥലം ഒക്കെ പലിശക്കാർ തന്നെ എഴുതിയെടുക്കും. ഉപ്പാനെ വിളിച്ചിട്ട് പലിശക്കാർ വിളിച്ചിട്ട് അവർ വീട്ടിൽ പോയിട്ട് ഉപ്പാനെ ഞങ്ങൾ മുന്നേ വെച്ചിട്ട് മർദ്ദിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. ഇതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും സാമ്പത്തിക രേഖകളും ആധാരങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 12 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്നും മുസ്തഫ കടം വാങ്ങിയിരുന്നത്. വീട് വെക്കാനായി വാങ്ങിയ സ്ഥലമടക്കം 40 ലക്ഷത്തിലധികം രൂപ പ്രഗിലേഷിനും 18 ലക്ഷം രൂപ ദിവേഗിനും മുസ്തഫ തിരികെ നൽകി. എന്നാൽ വീണ്ടും ഭീഷണി തുടർന്നതോടെ മുസ്തഫ ഇരുവരുടെയും പേര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ച് ജീവനൊടുക്കുകയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഏകദേശം 1.5-2 കിലോമീറ്റർ മാത്രം മാറിയുള്ള സ്ഥലമാണ് ഇത്. ഈ ഒരു സ്ഥലത്തിന് സാധാരണഗതിയിൽ ഗുരുവായൂരിൽ എത്ര വില വരുമെന്നുള്ളത് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. 4.25 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിന് വെറും 5 ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രഹ്ലേഷ് എന്ന് പറയുന്ന ഈ പലിശക്കാരൻ ഈ മുസ്തഫയിൽ നിന്ന് ആ പണം ഈടാക്കി കൊണ്ടുവാങ്ങിയത്. എന്നാൽ ഈ പണം ഈ മുസ്തഫയ്ക്ക് നൽകി, ചെക്ക് മുഖേന നൽകി. അതേസമയം തന്നെ മുസ്തഫയുമായി പോയി അതേ ബാങ്കിൽ നിന്ന് തന്നെ ഈ പണം വാങ്ങി പ്രഹ്ലേഷ് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ആധാരത്തിലുള്ള ചെക്ക് നമ്പറിൽ 5 ലക്ഷം രൂപ എഴുതിയിട്ട് ഈ പ്രഹ്ലേഷ് എന്ന് പറഞ്ഞ ഇക്കാടെ പേരിൽ ചെക്ക് എഴുതി കൊടുത്ത് ഇക്കാനായിട്ട് ബാങ്കിൽ പോയി ഇക്കാനെ കൊണ്ട് ബാങ്കിൽ നിന്ന് ഇടിപ്പിച്ചിട്ട് അടിയിൽ വന്നിട്ട് 5 ലക്ഷം വാങ്ങി പോവുകയാണ് ചെയ്തത്. മൂപ്പര ഈ പലിശക്കാരന്റെ ഭാര്യയുടെ പേരിലാണ് ആ സ്ഥലമാക്കിയുള്ളത്. മുസ്തഫ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നു, അതായത് ഈ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി സഹിക്കാൻ പറ്റാതെയാണ് താൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന്. മുംബൈയിൽ നിന്നും പിടികൂടിയ പ്രഗിലേഷിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും ദിവേഗിനായി അന്വേഷണം തുടരുകയാണെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.